വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ തെക്കേ പുന്നമറ്റത്ത് താമസിക്കുന്ന പുള്ളോലിക്കൽ PJ ജേക്കബിന്റെ കണിവെള്ളരി കൃഷി മഹാത്മ്യം 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. വിഷു വിപണി മുന്നിൽ കണ്ട് ഇത്തവണ 3 ഏക്കറോളം സ്ഥലത്താണ് ജേക്കബ് കണിവെള്ളരി കൃഷി ചെയ്തത്. 10 ടൺ വെള്ളരി പ്രതീക്ഷിച്ച് ചെയ്ത കൃഷി ഇത്തവണയും 100 മേനിയാണ് വിളഞ്ഞത്. വിഷു വിപണിക്ക് അനുയോജ്യമായ വലിപ്പത്തിലും നിറത്തിലും ആയിരക്കണക്കിന് ലക്ഷണമൊത്ത കണിവെള്ളരികളാണ് കൃഷിയിടത്തിൽ പാകമായി കിടക്കുന്നത്. സ്വന്തമായുള്ള 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കൂടാതെ സ്ഥലം പാട്ടത്തിനെടുത്തും ഇദ്ദേഹം കൃഷി വിപുലമാക്കിയിരിക്കുകയാണ്. സമ്മിശ്ര കർഷകനായ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ എല്ലാവിധ കൃഷികളുമുണ്ട്. കൂടുതൽ ലാഭമുള്ളതും അധ്വാനം കുറവുള്ളതുമാണ് വെള്ളരി കൃഷിയെന്നും കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും കൃഷി ഉപേക്ഷിക്കാത്തതെന്നും കൃഷിയുടമ ജേക്കബ് പറഞ്ഞു. ഇതിപ്പോൾ കണിവെള്ളിരിക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകം ഉണ്ടാക്കണ കൃഷി ചെയ്ത് ഇതൊരു ഫെബ്രുവരി മാസം ഒരു 10-12 നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് നല്ല നിറമായിട്ട് അത് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ പ്രത്യേക ഒരു വെറൈറ്റി ആയത്. മറ്റേ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ വെറൈറ്റി നോക്കി അതിൻ്റെ പ്രകൃതി അനുസരിച്ച് രീതി അനുസരിച്ച് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കണം. അത് ഒത്തിരി വലിപ്പമുള്ളതിൻ്റെയാണെങ്കിൽ നമുക്ക് വിഷുക്കാലത്ത് അത് ചിലവ് കുറവായിരിക്കും, വിലയും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിപ്പമാവില്ലാത്ത തരം നോക്കി ഒരു ആവറേജ് 1 കിലോ വെച്ച് വന്ന രീതിക്കുള്ളത് വേണം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കാൻ. വെറൈറ്റി ഒത്തിരി വലുപ്പമായി കഴിഞ്ഞാൽ കടകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇത് നമ്മളിവിടുന്ന് ഞാനൊരു വർഷങ്ങളായിട്ട് ഒരു ലോഡ് കണക്കിന് ഇവിടുന്ന് വിഷുവിന് കയറിപ്പോണ്ട്. ഇവിടെ തൊടുപുഴ, മൂവാറ്റുപുഴ അങ്ങനെയുള്ള ഹോൾസെയിൽ കടകളിലും ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കൃഷി പൊതുവേ എന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടിക്കൂട്ടി ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമായി. കൃഷി ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോടെ ഇറങ്ങി നടക്കുന്നതും അത് നനയ്ക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.